അയ്യപ്പേട്ടാ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനവും സത്യത്തിൽ ഒരു പത്രപ്രവർത്തകനാണ് തിരിച്ച് ചോദ്യം ചോദിച്ചത്. പക്ഷെ ആ ഒരു പത്രപ്രവർത്തകൻ്റെ ചോദ്യശരങ്ങൾക്ക് മുൻപിൽ പോലും അദ്ദേഹം കട്ട ഫ്ലോപ്പാണ്, ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു കട്ട ഫ്ലോപ്പാണ് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടായിട്ടുള്ളത്. അതായത് അപ്പുറത്ത് മുഖ്യമന്ത്രി 4ാം വാർഷികത്തിൻ്റെ കേക്ക് മുറിയാണ്, അവിടെ പാലുകാച്ച് ഇവിടെ കല്യാണം എന്ന് പറയുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷെ സതീശന് മറുപടി ഉണ്ടായിട്ടില്ല. സത്യത്തിൽ ആ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് മുൻപിലാണെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, കൃത്യമായിട്ടും ഇതാണ്, അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളില്ല എന്ന് പറയാൻ പോലും ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സതീശന് കഴിയാതെ പോയില്ലേ? പ്രജിത, ഈ ചോദിച്ച ചോദ്യത്തിനകത്ത് ഉള്ള ഒരു കാര്യം, ഒരു പത്രപ്രവർത്തകന്റെ ചോദ്യം, മറ്റാരുമല്ല ദേശാഭിമാനിയിലെ പത്രപ്രവർത്തകൻ. അതിനാണ് ദേശാഭിമാനി ശമ്പളം കൊടുത്ത് ഇരുത്തിയിരിക്കുന്നത്. സഖാവ് അത് ചോദിക്കണം, സഖാവ് ചോദിച്ചേ പറ്റൂ. 2, പ്രജിത പറഞ്ഞ പോലെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള എങ്ങനെ കാര്യങ്ങളെ അവതരിപ്പിക്കണം, എങ്ങനെ എവിടെ എന്ത് പറയണം, ആ മാനസിക പക്വത ഇന്നും വി.ഡി. സതീശൻ ഉണ്ടായിട്ടില്ല. സതീശൻ പലപ്പോഴും സഭയിലാണെങ്കിലും ഒക്കെ ചെയ്യുന്നത് കടന്നാക്രമിക്കുക എന്നുള്ള വാക്ക് പത്രങ്ങളിലും TV-യിലുമൊക്കെ വരാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഭയങ്കരമായി ആക്രോശിച്ചുകൊണ്ട് പലതും അറിയാം, പക്ഷേ എന്ത് എവിടെ പറയണം എന്നുള്ള ഒരു ധാരണ ഇല്ലാത്ത പോലെ വെറുതെ ആക്രോശിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞ് അവരെ മുട്ടുകുത്തിക്കാനല്ല ശ്രമിക്കുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ ക്രിക്കറ്റ് കളിയാണ് എന്നുണ്ടെങ്കിൽ, ഫുട്ബോൾ കളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 അടിക്കാൻ പറ്റും. എങ്ങനെ? കളിയുടെ ടെക്നിക്കൽ ബൗൾ ചെയ്യുന്നത് നോക്കിയിട്ട് അയാളുടെ കറക്റ്റ് പന്ത് വീഴുന്നെടുത്ത് വെച്ച് ധോണിയൊക്കെ ചെയ്യുന്ന പോലെ 6 അടിക്കാൻ പറ്റും. പക്ഷെ അത് കറക്റ്റ് ആ പന്ത് വരുന്നതും ബൗളറുടെ ആക്ഷനും പന്ത് വീഴുന്ന സ്ഥലവും ബാറ്റ്സ്മാൻ്റെ ടൈമിങ്ങും ഒക്കെ റെഡിയാവണം, എങ്കിലത് 6 ആയിത്തീരും. അവിടെ സതീശൻ പരാജയമാണ്. അതുപോലെ ഗോൾ 6 അടിക്കാൻ നോക്കുമ്പോൾ മിഡിൽ സ്റ്റമ്പ് എടുത്തോണ്ട് പോകും, പന്ത് കറക്റ്റ് വീഴും, അകത്ത് കയറി അങ്ങ് പോകും. അങ്ങനെ നോക്കുകയാണെങ്കിൽ മിഡിൽ സ്റ്റമ്പ് സതീശൻ ക്ലീൻ ബൗൾഡ് സതീശൻ നിരവധി തവണ ഇതേപോലെ ക്ലീൻ ബൗൾഡ് ആയിട്ടുണ്ട്. അതാണ് എൻ്റെ ശരിക്കുള്ള ഉത്തരം. അതായത് മാനസിക പക്വത, 1 മാനസിക പക്വത, 2 പ്രേത പറഞ്ഞ പോലെ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ഉള്ള അതിൻ്റെ ആ ഒരു പ്രസന്റേഷൻ സ്റ്റൈൽ. നമ്മളിപ്പോൾ നിയമസഭയിൽ പിണറായി വിജയനിൽ നമ്മൾ അതാണ് കാണുന്നത്. ചില യുവ MLA-മാർ, ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ അവരെയൊക്കെ പൊക്കി എന്ന് പറയും, ഒരിക്കലുമില്ല. യുവ MLA-മാർ പലരും അത് അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു ശൈലിയുണ്ട്. അവിടെ സതീശൻ പരാജയമാണ്. നമ്മൾ ഇന്നലെ ആലപ്പുഴത്തെ കാര്യം എടുക്കുമ്പോൾ ഒരു പത്രപ്രവർത്തകയാണ് പ്രിയ. അപ്പോൾ പത്രപ്രവർത്തകർ റിപ്പോർട്ടിങ്ങിന് വന്നിരിക്കുമ്പോൾ നിങ്ങൾ സർക്കാരിൻ്റെ വാർഷികത്തിന് സർക്കാർ തരുന്ന പരസ്യത്തിൻ്റെ എമൗണ്ടിന് പുറമെ നിങ്ങളെല്ലാം MLA-മാരിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ട് ഇത്തരത്തിൽ വാർത്തകൾ കോഴ വാങ്ങിക്കൊണ്ട് പെയ്ഡ് ന്യൂസ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പേന പിടിക്കുന്ന പത്രപ്രവർത്തകർ, ഇതുകൊണ്ട് ഉപജീവന മാർഗം കഴിയുന്നവർ, കേസരി ബാലകൃഷ്ണ പിള്ളയൊന്നുമല്ല ആരും, എങ്കിലും അന്തസ്സുള്ളവരാണെങ്കിൽ ചോദിച്ചിരിക്കും. പ്രൈത പറ, ചോദിക്കൂലേ? ചോദിക്കണമല്ലോ. അതാണ് കറക്റ്റ് മറുപടി. അതാണ് ബാക്കിയുള്ളവർക്ക് നട്ടലില്ലാത്തതുകൊണ്ട് ബാക്കിയുള്ളവർ അങ്ങനെ ചോദിച്ചില്ല. പ്രതിപക്ഷ നേതാവല്ലേ, അതുകൊണ്ട് ചോദിച്ചില്ല. ദേശാഭിമാനിക്കാരൻ അത് നോക്കേണ്ട കാര്യമില്ല. ദേശാഭിമാനിക്കാരൻ്റെ ജോലിയാണ് എങ്കിലും അത് തെറ്റാണ്. അവിടെ അത്രയും സമയം വരെ അദ്ദേഹം കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് പോയി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് എല്ലാ പത്രപ്രവർത്തകരും. ആകെ അഴുവി നാറിയാണ് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടത്. എന്ത് ഒരു ജാള്യത അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. തീർച്ചയായിട്ടും ആ നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ മുഖത്ത് ചോദ്യം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതീക്ഷിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കേണ്ടത് ജനാധിപത്യ രാജ്യമാണ്, ഏകപക്ഷീയമായിട്ടൊന്നും സംസാരിക്കാനൊന്നും പറ്റില്ല. പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം ചിലപ്പോൾ സഭയിൽ ഇതൊക്കെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് മാങ്കൂട്ടത്തിന്റെ സപ്പോർട്ട് കാണും, ചിലപ്പോൾ ബാക്കിയിരിക്കുന്ന എല്ലാവരുടെയും. പക്ഷെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത്, ഒരിക്കലും അവർക്ക് ചോദ്യം ചോദിക്കേണ്ടി വരും. ബയാസ്ഡ് ആണ് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച്. ഇപ്പം പല റിപ്പോർട്ടർമാർക്കും ഇപ്പം പ്രജിതയ്ക്കൊരു രാഷ്ട്രീയമുണ്ട്, എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, എങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ അത് പണയപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ രാഷ്ട്രീയം പോലും അല്ല, നമ്മൾ നിൽക്കുന്ന സ്ഥാപനത്തിന് ഒരു നിലപാടുണ്ടാവും, അതിനനുസരിച്ച് ഓരോ പത്രപ്രവർത്തകനും പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ചോദിച്ചേ പറ്റുമോ? ചോദിച്ചപ്പോൾ അദ്ദേഹം ആകെ ഇതായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്ന ഇതായിരുന്നു. ഇപ്പൊ ഇത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന പിണറായി വിജയന്റെ തലകളുടെ എണ്ണം കണ്ട് അദ്ദേഹത്തിന് ആകെ ഭ്രമമായിപ്പോയി. പരസ്യത്തിന് ഇത്രയും കാശ് കൊടുക്കുമ്പോൾ ഇത് എന്തോന്നടേ,
കണ്ടെത്തൊക്കെ അങ്ങനെ തേനും പാലും ഒഴുക്കി എന്ന് പറഞ്ഞൊക്കെ ഓഡിയൻസ് കാണുമ്പോൾ സ്വാഭാവികമായി ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു സ്ഥലജലഭ്രമം എന്നൊക്കെ പറയുന്ന പോലെ ആകപ്പാടെ വട്ടളവി പോയി. അപ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞത്. അവിടെയും ഒരു വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പ്രസ് സെക്രട്ടറി ഉണ്ട്, നമ്മുടെ ഒരു സുഹൃത്താണ്. ഈ പ്രസ് സെക്രട്ടറി ഒന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവെ ഇത് ഇങ്ങനെയൊക്കെയാണ് എന്നുകൂടി ആ പ്രസ് സെക്രട്ടറിക്ക് പറഞ്ഞു കൊടുക്കാം. അല്ല ചേട്ടാ, അതിൽ ഞാൻ പ്രസ് സെക്രട്ടറിയെ പോലും പറയുന്നില്ല. കാരണം ഇവരിത് തയ്യാറാക്കുന്നുണ്ട്, പക്ഷേ തയ്യാറാക്കി വരുന്ന അതേപടി ആയിരിക്കില്ല ഒരിക്കലും ഒരു അവതരണം ഉണ്ടാവുക. തീർച്ചയായിട്ടും അല്ല. അപ്പോൾ അദ്ദേഹം അല്ല, ആ സമയത്ത് അദ്ദേഹത്തോട് അവിടെ ഇരുന്ന് പറയുന്നത് അല്ല, തിരുത്തുന്നത് എങ്ങനെയാണ്? അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹം ഇത് പറയുന്നു, പ്രസ് സെക്രട്ടറി അവിടെ ഇരിക്കുന്നു, അപ്പൊ പിന്നെ എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ കൂടെ ഈ പറയുന്ന പോലെ അവിടെ പോകുന്ന ആലപ്പുഴയാണ്. ആലപ്പുഴ ഇത്ര ഗടാഗടിയനായ ഒരു ദേശാഭിമാനിക്കാരനുണ്ട്, ബാക്കി ഗടാഗടിയന്മാരുണ്ട്. ബഹുമാനപ്പെട്ട MLA എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ ഒന്ന് നോക്കിയും കണ്ടും പറയണേ എന്നൊരു വാക്ക് പറയാം. ചേട്ടാ, ഇത് പറയുന്നതിനോട് ചേട്ടന്റെ ഒരു അഭിപ്രായമായിരിക്കും അത്, പക്ഷെ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാം പോകുന്ന സ്ഥലം ഇതാണ്, പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഉൾക്കാഴ്ച വേണം. നമുക്ക് എല്ലാ സമയത്തും ഫീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ചിലതെല്ലാം സ്വയം കണ്ടെത്തി ചെയ്യണം. വിവേചന ബുദ്ധി എന്ന് പറയും. വിവേചന ബുദ്ധിയുണ്ട്. വിവേചന ബുദ്ധി ഇല്ലാത്തിടത്താണ് ഇത്തരത്തിലുള്ള പാളിച്ചകൾ വരുന്നത്. എല്ലാം അക്കമിട്ട് നിരത്തിയിട്ടുണ്ടാവും, പക്ഷെ ആ അവതരണം എന്ന് പറയുന്നത് പ്രശ്നമാണ്. ഒരു സെക്കൻഡ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കോഴ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളുടെ കോഴ പറഞ്ഞ് പാവം മനസ്സിൽ പതിഞ്ഞു പോയി. സത്യത്തിൽ ചേട്ടൻ പറഞ്ഞ അത് ശരിയായിരിക്കും, കോഴ എന്ന് പറഞ്ഞ് അത് പതിഞ്ഞു പോയിട്ടുണ്ടാവും. അത് കുറച്ചുകൂടെ മൈൽഡായിട്ട് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഇന്നലെ ഇങ്ങനെ നാണം കെട്ട പോലെ ഇറങ്ങി പോകേണ്ട അവസ്ഥ വരില്ലായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഇന്നലെ ഇവിടെ കേക്ക് മുറിച്ചു. മുഖ്യമന്ത്രി കേക്ക് മുറിച്ചപ്പോൾ ഈ ആരോപിതരായിട്ടുള്ള 3 മന്ത്രിമാരിൽ 1-2 പേര് മാത്രമേ പ്രത്യക്ഷത്തിൽ വന്നിട്ടുള്ളൂ. ഇവിടുന്ന് കേക്ക് മുറിച്ചിട്ട് അദ്ദേഹം പിന്നെ കോഴിക്കോട് പോയി മരുമോനും കേക്ക് കൊടുത്തു. മരുമോൻ അമ്മാവനെ കേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതെല്ലാം പത്രത്തിൽ പടമുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ള മറ്റൊന്നുമില്ല. ഈ സംഭവം ഇന്നലെ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഇതേപോലെ MLA-മാരൊക്കെ കോഴ കൊടുത്ത് ഇത് ചെയ്യണമെന്ന് ചോദിച്ചു. അദ്ദേഹവും ഈ രീതിയിൽ ഒരു സ്റ്റൈൽ തന്നെയാണ് അദ്ദേഹം തിരിച്ചു പ്രതികരിച്ചത്. അതാണ് മാനസിക പക്വത എന്ന് പറയുന്നത്. ഈ വെട്ടാൻ വരുന്നവൻ്റെ അടുത്തും ചിരിച്ചുകൊണ്ട് പെരുമാറുന്നതാണ്. അതാണ് രാഷ്ട്രീയക്കാരൻ, അതാണ് പക്ക രാഷ്ട്രീയക്കാരൻ. കാരണം തിരിച്ചു വരുന്ന ചോദിക്കുന്നവന് ഉത്തരവില്ലാതെ അവിടെയാണ് പക്ക രാഷ്ട്രീയക്കാരൻ. അതാണ് പിണറായി വിജയൻ. നമ്മൾ പിണറായി വിജയനെ ശത്രുക്കൾ പോലും അംഗീകരിക്കുന്നതിന്റെ കാര്യം അതാണ്. തീർച്ചയായിട്ടും ഈ ഒരു VD സതീശൻ എന്ന നേതാവിനെ സംബന്ധിച്ച് VD സതീശൻ അട്ടർ ഫ്ലോപ്പ് ആകുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിൽ വെട്ടാൻ വരുന്ന പോത്തിനോട് പോലും മനസ്സിനെ പറയുള്ളൂ എന്നിട്ട് അദ്ദേഹം ഒന്ന് പറയും. അതാണ് മാനസിക പക്വത, ഒരു രാഷ്ട്രീയക്കാരന്റെ പക്വത വ്യക്തമായി പറയുന്നത്. ഒരു നിരീക്ഷണ പാഠം ഇതിനകത്ത് വേണം. കാരണം നമ്മുടെ രാഷ്ട്രീയ പ്രതിയോഗിയാണെങ്കിലും അയാൾ കാണിക്കുന്ന അച്ചടക്കം എന്താണ്, അയാളുടെ സവിശേഷത എന്താണ്, അയാൾ എങ്ങനെയാണ് ന്യൂനത എന്നൊക്കെ നമുക്ക് കണ്ടുപഠിക്കാൻ പറ്റും. ആ ന്യൂനത മനസ്സിലാക്കിയിട്ടാണ് ആശമാർ ഇവിടെ 100-ാം ദിവസം സമരം കിടക്കുമ്പോൾ ഇഫ്താർ വിരുന്നിന് വിളിച്ച് ആ ന്യൂനതയിൽ പോയി വെട്ടി വിഴുങ്ങിയിട്ട് വന്നു. അതെ, എന്നിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന് ഇതുപോലെ പറയുകയും ചെയ്യും. ഏതായാലും ഇത്തരത്തിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു 3.0 വീണ്ടും വരാനുള്ള സാധ്യതയാണ്. പിണറായി ഉടയതമ്പുരാനെ അതും കൂടെ ഇനി കാണേണ്ടി വരുമോ എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.